ജർമ്മനിയിലെ നൂറംബർഗിലുള്ള ഒരു ചരിത്ര നിർമ്മിതിക്കുള്ളിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്. നാസി പാർട്ടിയുടെ റാലി ഗ്രൗണ്ട്സിന്റെ ഭാഗമായിരുന്ന കോൺഗ്രസ് ഹാളിനുള്ളിൽ പടുകൂറ്റൻ സമ്മേളനങ്ങൾ നടത്താനായി ഹിറ്റ്ലർ വിഭാവനം ചെയ്തിരുന്ന ഇടമാണിത്. ഹിറ്റ്ലറുടെ സ്വപ്നങ്ങൾ പോലെ തന്നെ ലക്ഷ്യത്തിലെത്താതെ കിടക്കുന്നു പാതി പൂർത്തിയായ കോൺഗ്രസ് ഹാൾ. പണി പൂർത്തിയായിരുന്നെങ്കിൽ ഒരു അത്ഭുത നിർമ്മിതി തന്നെയായിരുന്നേനെ ഇത്. അത് കാണാൻ ഇന്ന് ആർക്കിടെക്ചർ വിദ്യാർത്ഥികളും ചരിത്ര വിദ്യാർത്ഥികളുമെല്ലാം സംഘമായി എത്തുന്നു. ഒരു അഭിശപ്ത കാലത്തിന്റെ ഓർമ്മകൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അധ്യാപകർ. പണ്ട് ഗ്ലാഡിയേറ്റർമാർ ഏറ്റുമുട്ടിയ റോമൻ കൊളോസിയത്തിന്റെ അതേ മാതൃകയിലാണ് ഇത് പണിതിരിക്കുന്നത്. കൊളോസിയത്തിന്റെ പല മടങ്ങ് വലുപ്പമുണ്ടിതിന്. ഹിറ്റ്ലറുടെ വ്യക്തിപ്രഭാവവും പാർട്ടിയുടെ ശക്തിയും വിളിച്ചറിയിക്കുന്ന നാസി പാർട്ടി റാലി ഗ്രൗണ്ടുകളായിരുന്നു ഈ പ്രദേശമാകെ. അതിലെ ബൃഹത് നിർമ്മിതിയായിരുന്നു റാലി ഗ്രൗണ്ടുകളിലേക്കുള്ള പ്രവേശന കവാടമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കോൺഗ്രസ് ഹാൾ. പക്ഷേ ഇത് പൂർത്തിയാവുന്നതിന് മുൻപേ എത്തിയ രണ്ടാം ലോകമഹായുദ്ധം ഹിറ്റ്ലറെയും നാസി പാർട്ടിയെയും ഇല്ലാതാക്കിക്കളഞ്ഞു. ഇന്ന് നാസി ഓർമ്മകളുടെ ശേഷിപ്പ് പോലെ ഇതിങ്ങനെ കിടക്കുകയാണ്. ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനിയിൽ പണിതവയിൽ അവശേഷിക്കുന്ന ഏറ്റവും വലിയ നിർമ്മിതിയാണിത്. ഇതായിരുന്നു കോൺഗ്രസ് ഹാളിലേക്കുള്ള പ്രധാന എൻട്രൻസ്. ഇതിലൂടെയാണ് പാർട്ടി കോൺഗ്രസ് ദിനങ്ങളിൽ ഹിറ്റ്ലറും മുതിർന്ന നാസി നേതാക്കളും വാഹനങ്ങളിൽ കടന്നു വന്നിരുന്നത്. കെട്ടിടത്തിന്റെ തെക്കുഭാഗത്തെ വിങ്ങിപ്പോൾ ന്യൂറംബർഗ് സിംഫണി ഓർക്കസ്ട്രയുടെ ആസ്ഥാനവും സ്ഥിരം വേദിയുമാണ്. അവരുടെ കൺസേർട്ടുകൾ പതിവായി ഇവിടെ അരങ്ങേറാറുണ്ട്. ഇവിടെ വലിയൊരു തടാകമുണ്ട്. അതിന്റെ തീരത്താണ് നാസി പാർട്ടി റാലി ഗ്രൗണ്ട്സ് ഉണ്ടായിരുന്നത്. ഡബിൾ ഡെക്കർ ബസ്സുകളിലും മറ്റുമായി ഇന്ന് ധാരാളം ആളുകൾ ഈ റാലി ഗ്രൗണ്ട്സ് കാണാൻ വരുന്നു. 11 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് റാലി ഗ്രൗണ്ട്സിനുണ്ടായിരുന്നത്. കോൺഗ്രസ് നടക്കുന്ന നാളുകളിൽ പാർട്ടി പ്രവർത്തകർ ഇവിടെ കൂടാരമടിച്ചു താമസിക്കുന്നത് പതിവായിരുന്നു. റാലി ഗ്രൗണ്ട്സിനായി ഇവിടം തിരഞ്ഞെടുക്കുമ്പോൾ ചതുപ്പും വനവുമായി കിടന്ന പ്രദേശമായിരുന്നു ഇത്. വനത്തിന്റെ കുറച്ചു ഭാഗം അതേപടി നിലനിർത്തിയപ്പോൾ മറ്റു ഭാഗത്തെ മരങ്ങൾ മുറിച്ചുമാറ്റിയും നിലം നിരപ്പാക്കിയും ഗ്രൗണ്ടുകൾ ഒരുക്കിയെടുക്കുകയായിരുന്നു. കോൺഗ്രസ് ദിനങ്ങളിൽ ജർമ്മനിയുടെ പല ഭാഗത്തുനിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. ആ ദിവസങ്ങളിൽ ന്യൂറംബർഗിലേക്ക് പ്രത്യേക ട്രെയിൻ സർവീസ് തന്നെ ഉണ്ടായിരുന്നു. 2001 കോൺഗ്രസ് ഹാളിന്റെ ഒരു ഭാഗം ഡോക്യുമെന്റേഷൻ സെന്ററാക്കി മാറ്റിയത്. നാസി പാർട്ടിയുടെ ഉദയവും ഹിറ്റ്ലറുടെ ഭരണകാലത്തെ ഭീകരതയുമെല്ലാം വെളിവാക്കുന്ന പ്രദർശനങ്ങളാണ് ഡോക്യുമെന്റേഷൻ സെന്ററിൽ നടക്കുന്നത്. കോൺഗ്രസ് ഹാളിന്റെ പണി പൂർത്തിയായ ഒരു ഭാഗമാണ് ഇക്കാണുന്നത്. ചുടുകട്ട കൊണ്ടുള്ള നിർമ്മിതിയുടെ പുറത്ത് ഗ്രാനൈറ്റ് പാളികൾ പതിച്ചിരിക്കുന്നു. അതിസുന്ദരമായ ഒരു വലിയ കെട്ടിടം. ഇത് അതിന്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെ കാണുമ്പോൾ പൂർണ്ണമായും ഗ്രാനൈറ്റ് കൊണ്ടുള്ള നിർമ്മിതിയാണിതെന്ന് തോന്നും. ഇഷ്ടിക നിർമ്മിതിയെ ഗ്രാനൈറ്റ് പാളികൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. നാസി ജർമ്മനിയുടെ സർവ്വപ്രൗഢിയും വിളിച്ചോതുന്ന കോൺഗ്രസ് ഹാൾ. അല്പം മുൻപ് ഞാൻ നടന്നത് കോൺഗ്രസ് ഹാളിന്റെ അകത്തുകൂടിയാണെങ്കിൽ ഇത് അതിന്റെ പുറം ഭാഗമാണ്. അകത്തെ പണികൾ പൂർത്തിയായിരുന്നില്ല. എന്നാൽ പുറം ഭാഗം ഇങ്ങനെ ഏതാണ്ട് പൂർത്തിയായ നിലയിലാണ്. കെട്ടിടത്തിന്റെ പുറം ഭാഗത്തുകൂടി ചുറ്റോടു ചുറ്റും ഇങ്ങനെയൊരു കമാന വഴിയുണ്ട്. ഡൽഹിയിലെ പാർലമെന്റ് മന്ദിരത്തിന്റെ കോറിഡോറിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഭാഗം. ബവേറിയയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ക്വാറികളിൽ നിന്നാണ് ഇതിന്റെ നിർമ്മാണത്തിനായുള്ള ഗ്രാനൈറ്റും മാർബിളും കൊണ്ടുവന്നത്. ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനിയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വാസ്തുവിദ്യ നാഷണൽ സോഷ്യലിസ്റ്റ് ആർക്കിടെക്ചർ അഥവാ NS ആർക്കിടെക്ചർ എന്നാണ് അറിയപ്പെടുന്നത്. മുകളിൽ ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ അടുക്കിയിരിക്കുന്ന രീതി കാണുക. വംശീയ വിദ്വേഷമെന്ന നിലപാടും ഏകാധിപത്യ പ്രവണതയുമില്ലായിരുന്നെങ്കിൽ ഹിറ്റ്ലർ ജർമ്മനിയെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ചേനെയെന്ന് ഇതെല്ലാം കാണുമ്പോൾ തോന്നിപ്പോകുന്നു.
ഭരണാധികാരി എന്ന നിലയിൽ അയാൾ ഒരു മഹാൻ തന്നെയായിരുന്നു. എന്നാൽ ഭ്രാന്തമായ ചിന്തകളും വംശീയ ഉന്മൂലനത്തിനുള്ള വ്യഗ്രതയും ഹിറ്റ്ലറെ ലോകം ഏറ്റവും വെറുക്കുന്ന ഒരാളാക്കി മാറ്റുകയാണുണ്ടായത്. അങ്ങേയറ്റത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. അവരുടെ വലിപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കോറിഡോറിന്റെ ഉയരവും വിസ്തൃതിയും വ്യക്തമാവും. അത്ര ബൃഹത്താണിത്. അർദ്ധവൃത്താകാരമുള്ള നിർമ്മിതിയാണ് കോൺഗ്രസ് ഹാൾ. 1966 വരെ നാസി കാലത്തെ പല നിർമ്മിതികളും ഇടിച്ച് നിരത്തുകയുണ്ടായി. നാസി പാർട്ടി റാലി ഗ്രൗണ്ട്സിലുണ്ടായിരുന്ന മറ്റു കെട്ടിടങ്ങളെല്ലാം തകർത്തു കളഞ്ഞപ്പോഴും ഈ കോൺഗ്രസ് ഹാൾ നിലനിർത്തുകയായിരുന്നു. ടൂറിസ്റ്റുകളും വിദ്യാർത്ഥി സംഘങ്ങളും വന്ന വാഹനങ്ങൾ. ന്യൂറംബർഗ് സിറ്റിയിൽ നിന്നും ട്രാമിലും ഇവിടേക്ക് വരാം. ബിനു കാറുമായി കാത്തിരിക്കുന്നിടത്തേക്ക് ഞാൻ നടന്നു. ഞങ്ങൾ ഇവിടെ നിന്നും യാത്ര തുടരുകയാണ്. റാലി ഗ്രൗണ്ട്സിൽ നിന്നും പുറത്തേക്ക്. നാസി പാർട്ടി കോൺഗ്രസ് ഹാൾ എന്ന ബൃഹത് നിർമ്മിതി ഒരു വശത്ത്. ഇങ്ങനെ എത്രയെത്ര വൻ നിർമ്മിതികൾ ഹിറ്റ്ലറുടെ കാലത്ത് പണിതിരിക്കുന്നു എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത്. ഇനി ഞങ്ങൾ നേരെ മ്യൂണിക്കിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നും 170 കിലോമീറ്റർ ദൂരമുണ്ട് മ്യൂണിക്കിലേക്ക്. മ്യൂണിക് സിറ്റിയിലേക്ക് പോകുന്നില്ല. നേരെ എയർപോർട്ടിലേക്ക് പോകാനാണ് തീരുമാനം. മടക്കയാത്രയാണ്. 2 മണിക്കൂറിന്റെ കാർ യാത്രയുണ്ട് മ്യൂണിക്കിലേക്ക്. ഇപ്പോൾ നേരം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. 2 മണി കഴിയുമ്പോഴേക്കും മ്യൂണിക്കിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 4:55 എനിക്കുള്ള ഫ്ലൈറ്റ്. വൃക്ഷനിബിഡമായ ഒരു പ്രദേശത്തുകൂടിയാണ് കടന്നു പോകുന്നത്. യൂറോപ്പിലെ മിക്ക നഗരങ്ങൾക്കും ചുറ്റിലുമായി ഇങ്ങനെ വലിയൊരു ഹരിതമേഖല ഉണ്ടാവും. നമുക്ക് ഇത്തരമൊരു കാഴ്ചപ്പാടില്ലെന്നതാണ് പ്രശ്നം. ഇവിടെ നഗരത്തിനകത്തല്ല ഇത്തരം വനങ്ങൾ. നമ്മളാവട്ടെ കൊച്ചി നഗരത്തിനകത്ത് കണ്ടൽക്കാട് പിടിപ്പിക്കാൻ ശ്രമിക്കും. നഗരത്തിൽ നിന്നും അകലം പാലിച്ചു വേണം ഇത്തരം വനങ്ങൾ പിടിപ്പിക്കാൻ. നഗരം നഗരമായി വളർന്നുകൊണ്ടേയിരിക്കും. നഗരത്തിന് പുറത്ത്, എന്നാൽ നഗരത്തോട് ചേർന്നു തന്നെയുള്ള ഭാഗം ഗ്രീൻ ബെൽറ്റായി നിലനിർത്തും. ഇതാണ് ബുദ്ധിപൂർവം പ്രകൃതിയോട് ഇടപെടുന്ന രീതി. നമ്മൾ വൈകാരികമായാണ് പ്രകൃതിയെ കാണുന്നതെങ്കിൽ ഇവർ ബുദ്ധിപൂർവം സംരക്ഷിക്കുന്നു. അതാണ് വ്യത്യാസം. എവിടെയാണോ മരങ്ങൾ നട്ടുവളർത്താൻ സ്ഥലമുള്ളത് അവിടെ അത് നടപ്പാക്കണം. പ്രകൃതിയെ പ്രീതിപ്പെടുത്താൻ ഇതുപോലെ വനങ്ങൾ ഉണ്ടാക്കണം. നഗരത്തിന് പുറത്ത് വനവൽക്കരണത്തിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തണം. കൊച്ചി നഗരത്തിൽ മറൈൻ ഡ്രൈവിൽ തന്നെ വനം വെച്ചു പിടിപ്പിക്കണമെന്ന് വാശി പിടിക്കേണ്ടതില്ല. നഗരത്തിന് പുറത്താകാം. കാർ ഹൈവേ 9 കയറി. ന്യൂറംബർഗിൽ നിന്നും മ്യൂണിക്കിലേക്ക് നീണ്ടുകിടക്കുന്ന ഹൈവേയാണ്. 6 വരിപ്പാത. കുന്നുകളിലൂടെയും താഴ്വരകളിലൂടെയും ബവേറിയയുടെ നട്ടെല്ല് പോലെ കിടക്കുകയാണ് ഹൈവേ 9. നിരവധി ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും പിന്നിട്ടാണ് പോകുന്നത്. അന്തരീക്ഷം മൂടിക്കെട്ടി നിൽക്കുകയാണിന്ന്. ന്യൂറംബർഗിൽ നിന്നും മടങ്ങുമ്പോൾ ഒരു നഷ്ടമുണ്ട്. ഡാന്യൂബ് കനാൽ കാണാനായില്ല. റൈൻ മെയിൻ ഡാന്യൂബ് കനാൽ എന്നാണ് അതിന്റെ യഥാർത്ഥ പേര്. പനാമ കനാൽ പോലൊരു നിർമ്മിതിയാണ് ഡാന്യൂബ് കനാൽ. എന്നാൽ പനാമ കനാലിന് ലഭിച്ച പ്രശസ്തി അതിന് ലഭിച്ചിട്ടില്ലെന്ന് മാത്രം. യൂറോപ്പിനെ നടുകെ പിളർത്തും വിധം നോർത്ത് സീയെയും കരിങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന കനാലാണത്. ഒരു വാണിജ്യ ജലപാത. റൈൻ നദിയുടെ കൈവഴിയായ മെയിൻ നദിയിൽ ബാംബെർഗ് എന്ന സ്ഥലത്തു നിന്നും ആരംഭിച്ച് ഡാന്യൂബ് നദിക്കരയിലെ കെൽഹീം എന്ന സ്ഥലം വരെയാണ് കനാൽ. 171 കിലോമീറ്റർ നീളമുണ്ട് അതിന്. ഗ്രേഡിംഗ് എന്ന പ്രദേശമാണിത്. 1939 ആരംഭിച്ച ഡാന്യൂബ് കനാൽ നിർമ്മാണം പല കാരണങ്ങൾ കൊണ്ട് പലപ്പോഴായി നിലച്ചുപോയിരുന്നു. 1992 കനാലിന്റെ നിർമ്മാണം പൂർത്തിയായത്. 16 ലോക്കുകൾ കൊണ്ടാണ് കനാലിലൂടെയുള്ള ചരക്കുനീക്കം സുഗമമാക്കുന്നത്. വർഷം തോറും 53 ലക്ഷം ടൺ ചരക്ക് ഇപ്പോൾ ഡാന്യൂബ് കനാൽ വഴി നീങ്ങുന്നുണ്ട്.
ബവേറിയയുടെ ഉൾനാടൻ പ്രദേശങ്ങളുടെ ഒരു കാഴ്ച ഇതാണ്. ഹിറ്റ്ലറെ വളർത്തിയ ബവേറിയ. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തിന്റെ ഭാഗമായ ബ്രോണോ ആം ഇന്നിൽ ജനിച്ച ഹിറ്റ്ലർ 24-ാം വയസ്സിലാണ് ബവേറിയയിലെ മ്യൂണിക്കിലെത്തുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം വിയന്നയിൽ ബൊഹീമിയൻ ജീവിതം നയിക്കുകയായിരുന്നു അയാൾ. ഒന്നാം ലോകമഹായുദ്ധത്തിലെ ജർമ്മനിയുടെ പരാജയം ഹിറ്റ്ലറിൽ വേദനയും നിരാശയും പടർത്തി. തുടർന്നാണ് മ്യൂണിക്കിനെ തട്ടകമാക്കി ഹിറ്റ്ലർ എന്ന സ്വേച്ഛാധിപതി വളർച്ച തുടങ്ങിയത്. ബവേറിയയിലെത്തിയ ഹിറ്റ്ലർ ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയിലൂടെയാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. ആ പാർട്ടിയുടെ സ്ഥാപകൻ ആന്റൺ ഡക്സ്ലർ ഒരു കടുത്ത ജൂതവിരുദ്ധനായിരുന്നു. പ്രസംഗിക്കാൻ കിട്ടിയ അവസരങ്ങളൊന്നും ഹിറ്റ്ലർ പാഴാക്കിയില്ല. ദേശസ്നേഹം തുളുമ്പുന്ന, എന്നാൽ ജൂതരെയും കമ്മ്യൂണിസ്റ്റുകളെയും വെറുക്കാൻ പ്രേരിപ്പിക്കുന്ന തീപ്പൊരി പ്രസംഗങ്ങളാണ് അയാൾ നടത്തിയത്. താമസിയാതെ ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി നാഷണൽ സോഷ്യലിസ്റ്റ് വർക്കേഴ്സ് പാർട്ടിയായി മാറി. നാസി പാർട്ടി. ആര്യരക്തത്തിന്റെ പാർട്ടിയാക്കി അതിനെ മാറ്റാനായി ഹിറ്റ്ലർ സ്വസ്തികയോടു കൂടിയ പുതിയ പതാക അവതരിപ്പിച്ചു. നേതാക്കൾ അത് അംഗീകരിച്ചു. ഹിറ്റ്ലർ പടിപടിയായി വളരുകയായിരുന്നു. ഹിറ്റ്ലർ പറയുന്നത് മുഴുവൻ ശരിയാണെന്ന് ജർമ്മൻ ജനത വിശ്വസിച്ചു തുടങ്ങി. ഇൻഗോൾസ്റ്റാഡ് എന്ന സ്ഥലമാണിത്. ചെറിയൊരു എയർപോർട്ടും മറ്റുമുണ്ട് അവിടെ. ലോകപ്രശസ്ത കാർ നിർമ്മാണ കമ്പനിയായ ഓഡിയുടെ ആസ്ഥാനം ആ പട്ടണത്തിലാണ്. 2 മിലിറ്ററി എയർബേസുകളുമുണ്ട് ഇൻഗോൾസ്റ്റാട്ടിൽ. ഡാന്യൂബ് നദിയാണിത്. അത് കടന്നു നീങ്ങുമ്പോൾ ഡാന്യൂബ് തടത്തിലെ ഫലഭൂയിഷ്ഠമായ കാർഷിക പ്രദേശങ്ങൾ കാണാം. ആ കാഴ്ചകൾ കണ്ടിരിക്കുമ്പോഴും ഹിറ്റ്ലറുടെ കഥയായിരുന്നു എന്റെ ഉള്ളിൽ. 1921 ഫെബ്രുവരിയിൽ മ്യൂണിക്കിൽ 6000-ഓളം ആളുകളെ അഭിമുഖീകരിച്ച് ഒരു തീപ്പൊരി പ്രസംഗം നടത്തിയതോടെയാണ് ഹിറ്റ്ലർ അറിയപ്പെടുന്ന നേതാവായത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും ജൂതവിരുദ്ധതയും നിറഞ്ഞു നിൽക്കുന്ന വിവാദമായ പ്രസംഗങ്ങൾ പിന്നെയും ഹിറ്റ്ലർ നടത്തി. അക്കാലത്ത് പാർട്ടിയുടെ കേന്ദ്രം മ്യൂണിക്കായിരുന്നു. അവിടെ വെച്ച് ഹിറ്റ്ലറും കൂട്ടരും രാജ്യത്തെ കമ്മ്യൂണിസത്തെ അടിച്ചമർത്താനും ഗവൺമെന്റിനെ അട്ടിമറിക്കാനും തീരുമാനിച്ചു. പക്ഷേ പാർട്ടിയിൽ ഹിറ്റ്ലർക്ക് ധാരാളം ശത്രുക്കളുണ്ടായിരുന്നു. ഹിറ്റ്ലറുടെ ധിക്കാരം നിറഞ്ഞ പെരുമാറ്റം പാർട്ടിയെ നശിപ്പിക്കുമെന്ന് മുതിർന്ന പല നേതാക്കളും അഭിപ്രായപ്പെട്ടു. അങ്ങനെ 1921 ജൂണിൽ പാർട്ടി പിളർന്നു. ഈ സമയം ഹിറ്റ്ലർ ബെർലിനിലായിരുന്നു. തിരിച്ചെത്തിയ ഹിറ്റ്ലർ രോഷാകുലനായി രാജി സമർപ്പിച്ചു. എന്നാൽ ഹിറ്റ്ലറും അയാളുടെ തീപ്പൊരി പ്രസംഗങ്ങളുമില്ലെങ്കിൽ പാർട്ടി നിലനിൽക്കില്ലെന്ന് മറ്റംഗങ്ങൾക്കറിയാമായിരുന്നു. അവർ രാജി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു. തന്ത്രശാലിയായ ഹിറ്റ്ലർ ഈ അവസരം ശരിക്കും മുതലെടുത്തു. പാർട്ടിയിൽ തിരികെ വരണമെങ്കിൽ തന്നെ അധ്യക്ഷനാക്കണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. മറ്റുള്ളവർക്ക് ഇത് അംഗീകരിക്കുകയല്ലാതെ രക്ഷയുണ്ടായിരുന്നില്ല. അതോടെ ഹിറ്റ്ലർ പാർട്ടിയിലെ അനിഷേധ്യ നേതാവായി മാറുകയായിരുന്നു. ഏതു വിധേനയും കമ്മ്യൂണിസത്തെ തകർക്കുക എന്നതായിരുന്നു ആദ്യ നാളുകളിൽ ഹിറ്റ്ലറുടെയും കൂട്ടാളികളുടെയും ലക്ഷ്യം. ബെർലിനിലെ റീഷ്ടാഗ് ബിൽഡിങ്ങിന് നാസികൾ തീവയ്ക്കുന്നത് അങ്ങനെയാണ്. മന്ദിരം കത്തിച്ച ശേഷം അതിന്റെ ഉത്തരവാദിത്തം കമ്മ്യൂണിസ്റ്റുകളുടെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു ഹിറ്റ്ലറുടെയും ഗോറിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെയും ലക്ഷ്യം. 1933 ജർമ്മൻ പ്രസിഡന്റ് ഹിൻഡൻബർഗ് ഹിറ്റ്ലറെ ചാൻസലറാകാൻ ക്ഷണിച്ചു. അതോടെ യൂറോപ്പിന്റെ മാത്രമല്ല, ലോകത്തിന്റെ തന്നെ തലവര മാറ്റിയ ഏകാധിപതി പിറക്കുകയായിരുന്നു. ഇവിടെ നിന്നും കാർ എയർപോർട്ടിലേക്ക് തിരിയുകയാണ്. ഹിറ്റ്ലറുടെ കഥകൾ ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാനിരിക്കുന്നത്. ജനപ്രിയ പദ്ധതികളിലൂടെയും മികച്ച സാമ്പത്തിക ഭദ്രതയിലൂടെയും ഹിറ്റ്ലർ ഭരണത്തിന്റെ ആദ്യ വർഷങ്ങളിൽ ജർമ്മനി കടന്നു പോവുകയായിരുന്നു.
ഒന്നാം ലോകമഹായുദ്ധത്തിൽ തകർന്നടിഞ്ഞു കിടന്നിരുന്ന ജർമ്മനിയിൽ കാർഷിക വ്യാവസായിക മേഖലകൾ ഉണർന്നു. ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരുമെല്ലാം വലിയ ഉത്സാഹത്തോടെ നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് യൂറോപ്പിലെ വലിയൊരു ശക്തിയായി ജർമ്മനി മാറുന്നതാണ് ലോകം കണ്ടത്. അതോടൊപ്പം തന്നെ വലിയ ആയുധശേഖരവും സൈനിക ശക്തിയും ജർമ്മനിക്കുണ്ടായി. ഹിറ്റ്ലറാകട്ടെ ജർമ്മനിയുടെ ദേശീയ വികാരമാവുകയായിരുന്നു. ഹിറ്റ്ലർ എന്തു ചെയ്താലും തങ്ങൾ അതിനോടൊപ്പം നിൽക്കുമെന്ന് വലിയൊരു ശതമാനം ജർമ്മൻകാരും പ്രഖ്യാപിച്ചു. വ്യാവസായികമായും വാണിജ്യപരമായും ജർമ്മനി വൻ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹിറ്റ്ലർ പറഞ്ഞു, ഈ വളർച്ച ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ലെന്ന്. യൂറോപ്യൻ വൻകരയിൽ നാസി പാർട്ടിയുടെ ആധിപത്യത്തിലുള്ള ഒരു പുതിയ ഭരണക്രമം സ്ഥാപിക്കുകയായിരുന്നു ഹിറ്റ്ലറുടെ സ്വപ്നം. അങ്ങനെയാണ് 1939 പോളണ്ട് അധിനിവേശത്തിലൂടെ ജർമ്മൻ വിപുലീകരണം ആരംഭിക്കുന്നത്. സൈന്യം ഒരു വെടിയുണ്ട പോലും പ്രയോഗിക്കാതെ ഓസ്ട്രിയ ജർമ്മനിക്ക് മുന്നിൽ കീഴടങ്ങി. പല രാജ്യങ്ങളും ഹിറ്റ്ലറെ ഭയന്ന് അടിയറവ് പറയുകയായിരുന്നു. ഈ സമയത്തും ലോകരാജ്യങ്ങളിൽ ഹിറ്റ്ലർ ആദരണീയനായിരുന്നു എന്നതാണ് കൗതുകകരമായ അറിവ്. സോവിയറ്റ് നേതാവ് സ്റ്റാലിൻ പോലും ഹിറ്റ്ലറെ പിന്തുണയ്ക്കുകയായിരുന്നു. അമേരിക്കയും ഒരു പരിധിവരെ ജർമ്മൻ നീക്കങ്ങളെ പരോക്ഷമായി അംഗീകരിച്ചു. ഹിറ്റ്ലർ എന്ന കുറിയ മനുഷ്യന്റെ അധികാരഭ്രമവും ചുറ്റുമുള്ള ആരാധക വൃന്ദത്തിന്റെ പ്രോത്സാഹനവും അയാളെ എത്തിച്ചത് വിചിത്രമായ ചില സ്വപ്നങ്ങളിലേക്കാണ്. അങ്ങനെയാണ് ജൂതവംശത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ചിന്തയിലേക്ക് ഹിറ്റ്ലർ എത്തുന്നത്. ഭ്രാന്തമായ ഒരു മാനസികാവസ്ഥയിലേക്ക് ഹിറ്റ്ലർ എത്തിപ്പെടുകയായിരുന്നു. ഒടുവിൽ ലോകമഹായുദ്ധത്തിന് തന്നെ അയാൾ കാരണക്കാരനായി. ഇത് ഇവിടുത്തെ ഒരു വിസിറ്റേഴ്സ് പാർക്കാണ്. വലിയ ഒബ്സർവേഷൻ ഡെക്ക് ഉൾപ്പെടെയുള്ള വിശാലമായ പ്രദേശം. സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും ചേർന്ന് ജർമ്മനിയുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തു. ഇച്ഛാഭംഗത്തോടെ ഹിറ്റ്ലർ ആത്മഹത്യയിൽ അഭയം തേടി. ചരിത്രത്തിലെ വലിയൊരു അധ്യായമാണ് അവിടെ അവസാനിച്ചത്. നാസികളെ പരാജയപ്പെടുത്തിയ സഖ്യകക്ഷികളായ 4 രാജ്യങ്ങൾ ചേർന്ന് ജർമ്മനിയെ വിഭജിച്ചെടുക്കുന്നതാണ് യുദ്ധാവസാനം ലോകം കണ്ടത്. പിന്നീട് 1989 വരെ ആ നില തുടർന്നു. വിമാനത്താവളത്തിനകത്തുകൂടി തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെ യാത്ര. 1-ാം നമ്പർ ടെർമിനലിലേക്കാണ് പോകുന്നത്. ലളിതമായ ശൈലിയിലുള്ള നല്ലൊരു വിമാനത്താവളം. ന്യൂറംബർഗിൽ നിന്നും കൃത്യം 2 മണിക്കൂർ കൊണ്ട് ബിനു എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നു. ടെർമിനൽ 1-ൽ കാറിൽ നിന്നിറങ്ങി. ബിനു യാത്ര പറഞ്ഞ് പിരിയുകയാണ്. ഇത്തവണത്തെ ജർമ്മൻ സഞ്ചാരത്തിന്റെ ആദ്യ ദിനങ്ങളിലും ഈ അവസാന ദിനത്തിലും ബിനുവിന്റെ സഹായം എനിക്ക് വലിയ പ്രയോജനം ചെയ്തു. താമസിയാതെ ബിനു നാട്ടിലെത്തുന്നുണ്ട്. അപ്പോൾ കാണാമെന്ന് പറഞ്ഞ് കാറുമെടുത്ത് ബിനു യാത്രയായി. ചെക്ക് ഇൻ ചെയ്തു. ഇമിഗ്രേഷൻ പൂർത്തിയാക്കി. അല്പം ഭക്ഷണവും കഴിച്ചു. അല്പനേരം വിശ്രമിച്ചു. വിമാനത്തിലേക്ക് ആളുകളെ കയറ്റിവിട്ടു തുടങ്ങിയപ്പോൾ ഞാൻ ലഗേജും ബോർഡിംഗ് പാസുമായി അതിലേക്ക് നടന്നു. ഇനി മ്യൂണിക്കിലെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യാനായി വരുമോ എന്നെനിക്കിപ്പോൾ പറയാനാവില്ല. എയ്റോ ബ്രിഡ്ജിലൂടെ ഖത്തർ എയർവേസിന്റെ വിമാനത്തിലേക്ക്. 4 മണിക്ക് തന്നെ വിമാനത്തിലേക്ക് ആളെ കയറ്റിവിട്ടു തുടങ്ങിയിരുന്നു. പുറത്തേക്ക് നോക്കിയിരിക്കവേ വിമാനം സാവധാനം നീങ്ങിത്തുടങ്ങി. ഇവിടെ നിന്നിനി 7 മണിക്കൂർ പറന്ന് ഖത്തറിലെ ദോഹയിലെത്തും. ദോഹയിൽ നിന്നും പുലർച്ചെയുള്ള വിമാനത്തിൽ വീണ്ടും ഒരു 4 മണിക്കൂർ കൂടി പറന്നു വേണം കൊച്ചിയിലെത്താൻ. മടക്കയാത്രയിൽ എപ്പോഴും മനസ്സിൽ ചെറിയ സംഘർഷമുണ്ടാവാറുണ്ട്. ഓഫീസിലേക്ക് ചെന്നു കയറുമ്പോൾ അവിടെ കാത്തിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചിന്ത കൊണ്ടാണത്. ജർമ്മനിയുടെ ചരിത്രവും ലോകമഹായുദ്ധത്തിന്റെ ചരിത്രവും അതിനിടയാക്കിയ സംഭവ പരമ്പരകളും നാസി പാർട്ടിയുടെയും ഹിറ്റ്ലറുടെയും വളർച്ചയും ലക്ഷങ്ങൾ മരിച്ചടങ്ങിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളും ജർമ്മനിയുടെ വിഭജനവും ഉൾപ്പെട്ട വലിയൊരു ചരിത്രത്തിലൂടെയാണ് കടന്നുപോയത്. 27 എപ്പിസോഡുകളിലായി അത് നിറഞ്ഞു നിൽക്കുന്നു. വിമാനം മ്യൂണിക്കിന് മുകളിലേക്ക് പറന്നുയർന്നു.
ഹിറ്റ്ലർ എന്ന ഏകാധിപതി വളർന്ന മ്യൂണിക്കും ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയ പോളണ്ടിലെ ഓഷ്വിറ്റ്സ് ക്യാമ്പ് ഉൾപ്പെടെയുള്ള ഭീകരതയുടെ കേന്ദ്രങ്ങളും ബെർലിൻ എന്ന നഗരത്തെ രണ്ടായി വിഭജിച്ച മതിലും ഹിറ്റ്ലർ തന്റെ പാർട്ടിയെ വളർത്താനായി പടുത്തുയർത്തിയ മഹാനിർമ്മിതികളുമെല്ലാം ഈ യാത്രയിൽ എന്റെ ക്യാമറയിലായി കഴിഞ്ഞു. താഴെ കാണുന്നത് എയർപോർട്ടിനോടനുബന്ധിച്ചുള്ള വ്യവസായ മേഖലയാണ്. അവിടെ ഹോട്ടലുകളും പാർക്കിംഗ് കോംപ്ലക്സുകളും ചെറുതും വലുതുമായ ഗോഡൌണുകളുമെല്ലാമുണ്ട്. ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാനിരുന്നു. 5 ദിവസം കൊണ്ട് ഒരു കാലഘട്ടത്തിന്റെ ചരിത്രവും യൂറോപ്പിനെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട യുദ്ധത്തിന്റെ കേന്ദ്രബിന്ദുവായ രാജ്യവും അവിടെ ഒരു ഏകാധിപതി വളർന്നതും തളർന്നതുമായ കാഴ്ചകളും കണ്ടുകഴിഞ്ഞു. ഇനി ചരിത്രത്തിൽ നിന്നും തിരികെ വർത്തമാനകാല യാഥാർത്ഥ്യത്തിലേക്കുള്ള മടക്കയാത്രയിലാണ് ഞാൻ.